വമ്പന്മാരെ ഞെട്ടിച്ച് കരീന കപൂറിന്റെ ക്രൂ. കരീന കപൂർ നായികയായി എത്തിയ ചിത്രമാണ് ക്രൂ. കൃതി സനോണും തബുവും കരീനയ്ക്കൊപ്പം ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിലുണ്ട്. സംവിധാനം നിർവഹിച്ചത് രാജേഷ് കൃഷ്ണനാണ്. ആഗോള ബോക്സ് ഓഫീസിൽ കരീനയുടെ ചിത്രത്തിന് മികച്ച നേട്ടമുണ്ടാക്കാനാകുന്നു എന്നാണ് റിപ്പോർട്ട്. ക്രൂ ആഗോളതലത്തിൽ ആകെ 87.28 കോടി രൂപ നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട്. എയർലൈൻ ഇൻഡസ്ട്രിയുടെ പശ്ചാത്തലത്തിലാണ് കരീനയുടെ ചിത്രം ഒരുങ്ങിയിരിക്കുന്നത്. അനുജ് രാകേഷ് ധവാനാണ് ഛായാഗ്രഹണം. ദിൽജിത്ത് ദൊസാഞ്ചും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാകുമ്പോൾ തബു ഗീതാ സേത്തിയും കരീന കപൂർ ജാസ്മിൻ കോഹ്ലിയും കൃതി സനോൺ ദിവ്യ റാണിയുമായിട്ടാണ് ക്രൂവിൽ എത്തിയിരിക്കുന്നത്. കരീന കപൂർ നായികയായി വേഷമിടുന്ന ചിത്രങ്ങളിൽ ഇനി പ്രദർശനത്തിന് എത്താനുള്ളവയിൽ പ്രധാനപ്പെട്ടത് ദ ബക്കിംഗ്ഹാം മർഡേഴ്സ് ആണ്. സംവിധാനം ഹൻസ് ആൻഡ് മേക്തയാണ്. ഛായാഗ്രഹണം എമ്മ ഡെൽസ്മാൻ ആണ്. ദ ബക്കിംഗ്ഹാം മർഡേഴ്സ് എന്ന സിനിമയുടെ നിർമ്മാണവും കരീന കപൂർ തന്നെ. ചലച്ചിത്രമേളകളിൽ കരീന കപൂറിന്റെ ദ ബക്കിംഗ്ഹാം മർഡേഴ്സ് ആരാധകരുടെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ് ദ ബക്കിംഗ്ഹാം മർഡേഴ്സ്. ക്രൂവിന് മുന്നേ കരീന കപൂർ ചിത്രമായി എത്തിയത് ജാനേ ജാൻ ആണ്. കരീന കപൂറിന്റെ ജാനേ ജാൻ സംവിധാനം ചെയ്തത് സുജയ് ഘോഷ് ആണ്. ന്യൂസ് ഡെസ്ക് യൂടോക്ക്.